കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്തേക്ക് ഈ മാസം 9-ന് മന്ത്രി മുനമ്പം സന്ദർശിക്കും. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ മുനമ്പം സന്ദർശനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, ഗുഡ് ഈവനിംഗ്. ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം, ബില്ല് മുൻകാല പ്രാബല്യത്തോടുകൂടെ അത് നടപ്പാകുമോ, മുനമ്പംകാർക്ക് അത് ആശ്വാസമാകുമോ എന്നാണ്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ മുനമ്പത്തേക്ക് വരുമ്പോൾ നൽകുന്ന സൂചന എന്താണ്? ക്രിസ്റ്റീന, എന്തായാലും ആ ഒരു ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കേന്ദ്ര സർക്കാരാണ് വ്യക്തമായ ഉത്തരം നൽകേണ്ടത്. നിലവിൽ ഇതുവരെ മുനമ്പത്തെ അതായത് മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്നാണ് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ സഭയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്രയും എത്തിക്കാൻ സാധിച്ചെങ്കിൽ ബാക്കി കൂടി നോക്കിക്കോളാം എന്നാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. എന്തായാലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ മാസം 9-ന് വൈകിട്ട് 4 മണിക്കാണ് മുനമ്പം സന്ദർശിക്കുന്നത്. നമുക്കറിയാം, മുനമ്പം സന്ദർശനം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ്. പ്രത്യേകിച്ചും വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലടക്കം മുനമ്പം ജനതയുടെ കാര്യങ്ങളാണ് പ്രധാനമായും പാർലമെന്റിലടക്കം നിരവധി തവണ BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഉന്നയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മുനമ്പത്തേക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൂടി എത്തുന്നത്. NDA എറണാകുളം ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടിയാണ്. പക്ഷേ മുനമ്പം ജനത വലിയ സ്വീകരണം കിരൺ റിജിജുവിന് ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 9-ന് വൈകിട്ട് 4 മണിക്കാണ് സന്ദർശനം. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.